അൻവർ അധിക പ്രസംഗിയാണ്. ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത്? സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെടുന്നത് വരെ എൻ്റെ ധാരണ എന്താ, പൊതുസമൂഹത്തിൻ്റെ ധാരണ എന്താ? UDF-ൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മോശം ഉണ്ടാവില്ല. ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചു ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചല്ലോ സ്ഥാനാർത്ഥിയായിട്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞു. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം, അതില്ലാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് ഈ വളച്ച് പറയാനും തിരിച്ചു പറയാനും ഒന്നും സാധിക്കില്ല. ഇനിയിപ്പോൾ ഒരു വടിയാണ് അവിടെ UDF നിർത്തിയിട്ടുള്ളത്. ആ UDF-ൻ്റെ ഭാഗമാണെങ്കിൽ എനിക്കെന്താ പ്രയാസം? ആ UDF-ൻ്റെ ഭാഗമായി അതിനോടൊപ്പം നിൽക്കാൻ. ഇവിടെ വിഷയം ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട്, ഒരു 25,000-30,000 വോട്ടിനോട് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അതിന് ഉതകുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തണം. അപ്പോൾ ഒരു സഹകരണ മുന്നണിയാക്കാമെന്ന് പറഞ്ഞു, അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണി അറിയാം, നിങ്ങൾക്കറിയാം. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണത് മതി, പ്രശ്നമില്ല. നമ്മൾ ചെറിയ പാർട്ടിയല്ലേ, നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ, അതിനും നമ്മൾ സമ്മതിച്ചു. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ. ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ, ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത്? ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യൻ്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എൻ്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താ? എന്നെ ദയാവാദത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവാദം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? നിങ്ങൾക്കറിയോ, ഈ മലപ്പുറം ജില്ലയിൽ 1,86,000 ചെറുപ്പക്കാരും മിഡിൽ ഏജിലായിട്ടുള്ള ആളുകളും പാസ്പോർട്ട് എടുക്കാനും ഉള്ള പാസ്പോർട്ട് പുതുക്കാനും കഴിയാതിരിക്കുക. എന്താ അറിയോ? ഈ സുജിത്താസും അജിത് കുമാറും ഉണ്ടാക്കി പോയ കേസുകൾ, പെറ്റി കേസുകൾ. ബൈക്കിൽ 3 ആൾ പോയതിന്, ഹെൽമെറ്റ് ഇല്ലാത്തതിന്, വണ്ടി പാർക്ക് ചെയ്തതിന് 1,86,000-ഓളം. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ മലയോര മേഖലയിലെ ഈ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രശ്നം, ആ നിയമ ഭേദഗതി ബില്ല്, അതിനെതിരെ എതിർത്ത് ജയിലിൽ പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? പല വിശദീകരിക്കപ്പെടണം. ഒരു ജില്ലയാകെ ഏറ്റവും വലിയ വർഗീയവാദികളും വിഘടനവാദികളുമായി രാജ്യത്തിൻ്റെ മുന്നിൽ, രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ RSSനോടൊപ്പം കൂട്ടുചേർന്ന് നിന്ന അജിത് കുമാർ ആ വിഷയം കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞതാണോ ഞാൻ വിഷയം? ഇതാണല്ലോ PV അൻവർ അധിക പ്രസംഗിയല്ലേ? ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗിയാണ്. ജനങ്ങൾ ആലോചിക്കട്ടെ, ജനങ്ങളാണ് ഇതിൽ തീരും. ഞാൻ എന്ത് അധിക പ്രസംഗമാണെങ്കിൽ എനിക്ക് ഇനിയും അത് പറയേണ്ടി വരും. ജനങ്ങൾക്ക് വേണ്ടി ആണ് ഞാൻ സംസാരിച്ചത്. ഇപ്പോൾ ഒരു എന്താ പറയുക, നിയമസഭാ സാമാജികനാകാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളാണല്ലോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണല്ലേ. ഉള്ളത് ഞാൻ എന്താ പറയുക, സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു പോകുന്നതിനാ. അധികാരമുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്നാൽ മതിയല്ലോ. സുജിത്താർസ് എന്ന് പറയുന്ന IPS ഓഫീസർ എൻ്റെ കാല് പിടിക്കുന്നത് നിങ്ങൾ കേട്ടതാണല്ലോ. സാറേ 30 കൊല്ലം എനിക്ക് ഇനിയും സർവീസ് ഉണ്ട്, സാറിൻ്റെ കൂടെ ഞാനുണ്ടാവും, സാറ് പറയണ എന്ത് ജോലി ഞാൻ ചെയ്യും, ദയവായി എന്നെ ഉപദ്രവിക്കരുത്, ആ മരക്കേസ് മരം പോയ നിങ്ങൾ കൊടുത്ത പരാതി ദയവായി ഒന്ന് പിൻവലിക്കണം അല്ലേ? എന്തെല്ലാം ഇട്ടെറിഞ്ഞു ഞാൻ. ഇപ്പം എൻ്റെ ജീവന് വല്ല സംരക്ഷണമുണ്ടോ? ഞാൻ സർവശക്തനായ ദൈവത്തിൽ എന്താ പറയുക അർപ്പിച്ച് നടക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമി കൂടെ എപ്പോഴും നടക്കുന്നത്.